السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കം ധാരാളക്കണക്കിന് മുഹദ്ദിസുകൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായൊരു ഹദീസാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ചുള്ള ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് ഒരു തണലുമില്ലാത്ത പരലോകനാളിൽ അവൻ നൽകുന്ന പ്രത്യേകമായ തണൽ അഥവാ അവന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നതാണ്. ഇമാമുൻ ആദിൽ, ഒന്നാമത്തെയാൾ നീതിമാനായ ഭരണാധികാരിയാണ്. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹ്, തന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന യുവാവാണ് രണ്ടാമത്തെയാൾ. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുകളുമായി ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ട, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ളയാളാണ് മൂന്നാമത്തെയാൾ. നാലാമത്തെ വിഭാഗം വറജുലാനി തഹാബ്ബ ഫില്ലാഹ് വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, 2 പേർ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചു. വജ്തമഅ അലൈഹി, അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിൽ ആ കാര്യത്തിൽ അവർ ഒരുമിച്ച് ചേർന്നു. വതഫറഖ അലൈഹി, ആ സ്നേഹത്തിലായിരിക്കെ മരണം അവരെ ഇരുവരെയും വേർതിരിച്ചു. അഞ്ചാമത്തെയാൾ വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ذات منصب وجمال فقال إني أخاف الله, ഒരാൾ അയാളെ സൗന്ദര്യവും തറവാടിത്തവുമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് വിളിച്ചു. അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അങ്ങനെ അയാൾ അതിൽ നിന്ന് മാറി നിന്നു. ആറാമത്തെയാൾ വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, ഒരു സദഖ നൽകിയ ആൾ, എന്നിട്ട് അയാൾ അത് മറച്ചു വെച്ചു, രഹസ്യമാക്കി. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊടുത്തത് എന്താണ് എന്ന് ഇടത് കൈ പോലും അറിയാത്ത അത്രയും അയാൾ ആരോടും പറയാതെ ആ സദഖ രഹസ്യമാക്കി വെച്ചു. ഏഴാമത്തെയാൾ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, അല്ലാഹുവിനെ ഒറ്റക്കിരുന്ന് സ്മരിക്കുകയും ഫഫാദത് ഐനാഹ്, അങ്ങനെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തയാൾ. നോക്കൂ നിങ്ങൾ, മനോഹരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കാണാവുന്ന
ഈ ഹദീസ് എന്തുമാത്രം ഗുണപാഠങ്ങളാണ് നമുക്കുള്ളത്, എന്തെല്ലാം വലിയ വലിയ പാഠങ്ങളാണ് ഈ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. നമ്മുടെ റസൂലിന്റെ മനോഹരമായ തഅലീം നോക്കൂ, നിങ്ങൾ അധ്യാപനം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ശൈലി നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമാണ്. ആദ്യം അവിടുന്ന് പറയുന്നത് സബ്അത്തുൻ, 7 പേരുണ്ട് എന്നാണ്. ആ എണ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ശൈലി അല്ലാഹുവിന്റെ റസൂലിന്റെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമുക്ക് കാണാം. ആദ്യം അദദ് പറയുക, ശേഷം മഅദൂദ് പറയുക, അഥവാ ആദ്യം എണ്ണം പറയുക, ശേഷം ആ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുക. അങ്ങനെ പഠിപ്പിച്ചാൽ, അങ്ങനെ പറഞ്ഞു കൊടുത്താലുള്ള ഉപകാരം എന്താണ്? കേൾക്കുന്നവർക്ക് ആ എണ്ണം കേട്ടാൽ അതോരോന്നായി മനസ്സിലാക്കാനുള്ള ആകാംക്ഷ അവരുടെ മനസ്സിൽ ഉദിക്കും. അതുപോലെ നിശ്ചിത എണ്ണം പറഞ്ഞാൽ പിന്നീട് അവർ അത് ഓർക്കുമ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് ആ പറഞ്ഞ എണ്ണം എത്തിയില്ല എങ്കിൽ അതെന്താണ് എന്ന് ആലോചിക്കാനും ചിന്തിക്കാനും ചോദിക്കാനും പഠിക്കാനുമെല്ലാം അത് കാരണമാകും. അക്കാര്യം മനസ്സിൽ ഉറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിൽ നിങ്ങൾ ഇത് കേട്ടിട്ടില്ലേ? കലിമതാനി, 2 വാക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 2 വാക്കുകൾ എന്ന് പറയുന്നു, ശേഷം അതിന്റെ വിശേഷണങ്ങൾ പറയുന്നു. ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമുള്ളതാണ്. തഖീലതാനി ഫിൽ മീസാൻ, നാളെ പരലോകത്തെ അമലുകൾ തൂക്കി നോക്കപ്പെടുന്ന തുലാസിൽ ഏറെ ഭാരമുള്ളതാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഏറെ പ്രിയങ്കരമാണ്. നോക്കൂ നിങ്ങൾ, അതിമെണ്ണം പറയുന്നു, ശേഷം അതിന്റെ വിശേഷണങ്ങൾ പറയുന്നു. അത് കേട്ടാൽ ആരും അതേതാണ് എന്ന് അറിയാൻ മനസ്സിൽ കൊതി തോന്നുന്നവരായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇങ്ങനെ പല ഹദീസുകളിൽ നമുക്ക് കാണാം. അതുപോലെയാണ് ഈ ഹദീസും. 7 പേർ, എന്നിട്ട് ആ 7 പേരെ കുറിച്ച് പറയുകയാണ്. ഒരു തണലുമില്ലാത്ത പരലോക നാളിൽ അള്ളാഹു തണൽ നൽകുന്നവരാണവർ. സുബ്ഹാനല്ലാഹ്. അത് കേട്ടാൽ ആ കൂട്ടരിൽ ഉൾപ്പെടാൻ ഏത് മുഅ്മിനാണ് ആഗ്രഹിക്കാതിരിക്കുക? കാരണം ആ കാര്യം എന്ന് പറയുന്നത് നിസാരമായ ഒരു കാര്യമാണോ? അന്ത്യനാളിൽ അള്ളാഹു അവന്റെ അർശിന്റെ ശീതള ഛാലയിൽ, ആ തെളിമയിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ തണലിൽ അള്ളാഹു ആക്കുക എന്ന് പറഞ്ഞാൽ അത് നിസാരമായ കാര്യമാണോ? ഏത് പരലോകനാളാണത്? സ്വന്തം കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കെ ഒരു ഉമ്മ ആ കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയായി പോകുന്ന അന്ത്യനാൾ അത് സംഭവിച്ചാൽ, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ആ നാൾ അത് സംഭവിച്ചാൽ മുലയൂട്ടുന്ന ഉമ്മ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയായി പോകും, അശ്രദ്ധയിലായി പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുമാത്രം ഭീകരമായിരിക്കും അത്! ഒരു ഉമ്മ തന്റെ കയ്യിലുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ, അതിനെക്കുറിച്ച് മറന്നു പോകണമെങ്കിൽ അതെന്തൊരു ഭീതിജനകമായ നാളായിരിക്കും. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണിയായ സ്ത്രീകളെല്ലാം പ്രസവിച്ചു പോകുന്ന, പേടി തോന്നുന്ന നാളാണത്. എന്തുമാത്രം ഭീകരമായിരിക്കും ആ രംഗം എന്നാലോചിച്ച് നോക്കുക. മാത്രമല്ല, ആളുകൾ ഉയർത്തെഴുന്നേറ്റാൽ മഹ്ശറിൽ സൂര്യൻ ഒരു മീലകലെ വന്നു നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മീലിന് പ്രധാനപ്പെട്ട 2 അർത്ഥമാണുള്ളത്. ഒന്നൊരു മൈൽ അകലെ, മറ്റൊന്ന് സുറുമയുടുന്ന ഒരു കോലിന്റെ അത്രയും അകലത്തിൽ സൂര്യൻ ആളുകൾക്ക് മുകളിൽ വന്നു നിൽക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖിയാമത്ത് നാളിന്റെ ഭയാനകതയാണ്. അത് സുദീർഘമായ നിൽപ്പാണ്. എന്നാൽ അള്ളാഹു മുഅ്മിനുകൾക്ക് അത് എളുപ്പമാക്കി കൊടുക്കും. അതിന്റെ ദൈർഘ്യം മുഅ്മിനുകൾക്ക് അള്ളാഹു ചുരുക്കി നൽകും. 2 നിസ്കാരങ്ങൾക്കിടയിൽ ഉള്ള സമയം പോലെ മാത്രമായിരിക്കും മുഅ്മിനുകൾക്ക് ആ സമയം. അതുപോലെ അള്ളാഹു അവർക്ക് തണൽ നൽകും. മറ്റൊരു തണലും അന്നുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ അർശിന്റെ, അവന്റെ മഹാസിംഹാസനത്തിന്റെ തണലാണ് അവർക്ക് ലഭിക്കുക. നോക്കൂ, അങ്ങനെ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ 7 വിഭാഗത്തെ കുറിച്ചൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്വന്തം ദേഹേച്ഛയെ തടുത്തു നിർത്തിയ, സ്വന്തം നഫ്സിന്റെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിയ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് സ്വന്തം താല്പര്യത്തെ കൊണ്ടുപോയവരാണിവർ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അള്ളാഹു പറഞ്ഞില്ലേ,
وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആരാണ് റബ്ബിന്റെ മഖാമിനെ ഭയപ്പെട്ടത്, അല്ലാഹുവിന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടതിനെ ഭയപ്പെട്ടത്, വനഹ النفس عن الهوى, സ്വന്തം നഫ്സിനെ അതിന്റെ ഇച്ഛയിൽ നിന്ന് പിടിച്ചു നിർത്തിയത്, മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതിരുന്നത്. കാരണം നഫ്സിനൊരു പ്രത്യേകതയുണ്ട്, നീ അതിനെ അനുസരിച്ചാൽ അത് നിന്നെ നശിപ്പിച്ചു കളയും. എന്നാൽ നീ അതിനെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്തിയാൽ അത് നിന്നെ അനുസരിക്കും, എന്നിട്ട് അതിനെ സ്വർഗത്തിലെത്തിക്കാൻ നിനക്ക് സാധിക്കും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ആദ്യം എണ്ണിയിരിക്കുന്നു ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അധികാരവും ഭരണവും എല്ലാം ഉണ്ടായാൽ അക്രമവും അനീതിയും കാണിക്കാൻ ആളുകൾക്ക് എളുപ്പമായിരിക്കും. ചോദ്യം ചെയ്യാനും എതിർക്കാനും ആളുകൾ ഉണ്ടാവുകയില്ല എന്നത്, സൈന്യങ്ങളും പരിവാരങ്ങളും ജയിലറകളുമെല്ലാം അയാളുടെ കയ്യിലായിരിക്കുമല്ലോ. അതുകൊണ്ട് അതിക്രമം കാണിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കെയും നീതി പാലിച്ചു എന്നത് ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് കൽപ്പിച്ചിട്ടുണ്ട്. വഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിങ്ങൾ നീതി പാലിക്കുക, അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അനീതി ഒരാളോടും പാടില്ല എന്നാണ്. മുസ്ലിമിനോടോ കാഫിറിനോടോ സ്വന്തം ദേഹത്തോടു പോലുമോ അനീതി പാടില്ല. നിന്റെ മക്കളോടോ, മക്കൾ മാതാപിതാക്കളോടോ, സഹോദരങ്ങളോടോ ഒരാളോടും തന്നെ അനീതി പാടില്ല. പോകട്ടെ, ഇസ്ലാമിൽ ശത്രുക്കളോട് പോലും ദുൽമ് പാടില്ല, അനീതി അക്രമം പാടില്ല, അതിക്രമം അത് പാടില്ല. മറിച്ച് നീതിപൂർവകമായിരിക്കണം എല്ലാം. അള്ളാഹു പറഞ്ഞില്ലേ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു കൂട്ടരോടുള്ള ശത്രുത, അവരോട് അനീതി കാണിക്കാൻ, അക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഇഅദിലു, മറിച്ച് നിങ്ങൾ നീതി പാലിക്കുക. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ അവർ തടഞ്ഞു എന്നത് അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞ മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ അല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും തടഞ്ഞവരോട് അനീതി പാടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. നീതി എന്ന് പറയുന്നത് അത് മുഖേനയാണ് ആകാശഭൂമികൾ നിലനിൽക്കുന്നത് തന്നെ. അക്രമം അത് നാശത്തിന് കാരണമാകും. അല്ലാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. ഓ എന്റെ അടിമകളെ, ഞാൻ എന്റെ കാര്യത്തിൽ എന്റെ മേൽ ഞാൻ അനീതി നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഞാൻ അക്രമം കാണിക്കുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമൻ, നിങ്ങൾക്കിടയിലും ഞാൻ അനീതി ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അതിക്രമം കാണിക്കരുത്. പ്രിയമുള്ളവരെ, റബ്ബും ഞാനുമായുള്ള എന്റെ അബദ്ധങ്ങൾ, എന്റെ തിന്മകൾ, അള്ളാഹുവിനോട് പാപമോചനം തേടുക, അവരോട് തൗബ ചെയ്യുക എന്നതിലൂടെ അതില്ലാതായി തീരും. എന്നാൽ ഞാൻ ഒരാളോട് ചെയ്ത അതിക്രമം, അയാളോട് ചെയ്ത അക്രമം, അയാളുടെ ശരീരത്തിന് നേരെയോ സമ്പത്തിന് നേരെയോ അഭിമാനത്തിന് നേരെയോ രക്തത്തിന് നേരെയോ ഞാൻ കാണിച്ച അതിക്രമം അത് അള്ളാഹു വിട്ടുതരികയില്ല. മറിച്ച് അയാളുമായി തീർക്കാൻ പറയും. നാളെ പരലോകത്ത് ആളുകൾ പരസ്പരം വെച്ചുമാറേണ്ടി വരിക ദീനാറോ ദിർഹമോ സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല. അവിടെ ഒരാളുടെ കയ്യിലും ഒന്നും ഉണ്ടാവുകയില്ല സ്വന്തം പ്രവർത്തനമല്ലാതെ. അതുകൊണ്ട് അൽ ഹസനാതി വസ്സയ്യാത്ത്, നന്മ തിന്മകൾ പരസ്പരം വെച്ചുമാറി അല്ലാഹു റബ്ബുൽ ആലമീൻ ആളുകൾക്കിടയിൽ നീതി നടപ്പിലാക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അന്യായമായൊരു സമ്പത്ത് നിന്റെ വയറ്റിലില്ലാതെ ഒരുവന്റെയും രക്തം ചിന്തിയ ബാധ്യത, ആ കടപ്പാട്, ആ അതിക്രമത്തിന്റെ പാപഭാരവുമായി ഖിയാമത്ത് നാളിൽ വരാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അത് ശ്രദ്ധിച്ചുകൊള്ളുക. സുബ്ഹാനല്ലാഹ്, ഒരന്യായമായ സമ്പത്തും തിന്നാതെ, ഹറാമൊന്നും വയറ്റിലില്ലാതെ, ഒരാളുടെ രക്തത്തെയോ അഭിമാനത്തെയോ ശരീരത്തെയോ ഉപദ്രവിക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഞാൻ ചിന്തിക്കുക എന്നെ കുറിച്ച്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങളെ കുറിച്ച്. ഈ അവസ്ഥയിലാണോ ഞാനും നിങ്ങളുമെന്ന്? ഹറാമായ സമ്പാദ്യം നമ്മുടെ ഉള്ളിലുണ്ടോ? സമ്പാദ്യത്തിലുണ്ടോ ആളുകളുടെ അഭിമാനവും അവരുടെ രക്തവും അതുപോലെ അവരുടെ പവിത്രമാക്കപ്പെട്ട കാര്യങ്ങളും ചിന്താൻ ശ്രമിക്കുന്നുണ്ടോ? ആലോചിച്ചു നോക്കുക. ഒന്നും വെറുതെ ആയി പോവുകയില്ല. അതിക്രമങ്ങളൊന്നും അന്തരീക്ഷത്തിൽ ആവിയിൽ അലിഞ്ഞു ചേരുമെന്ന്
ഒരാളും വിചാരിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നീതി നടപ്പാക്കുന്നവരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, നീതിക്ക് അല്ലാഹു നൽകിയ വിലയാണത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ ഈ മഹാഭാഗ്യം ലഭിക്കുന്നയാൾ ആരാണ്? വശാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബിഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വശാബുൻ ഒരു യുവാവാണ്, നശഅ ഫി ഇബാദത്തി റബ്ബിഹ്, തന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്ന ചെറുപ്പക്കാരൻ. അഥവാ യുവാക്കൾക്കിടയിൽ, പ്രായം കുറഞ്ഞവർക്കിടയിൽ സാധാരണ കാണാവുന്ന വിവേകമില്ലാത്ത ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളോ അശ്ലീലതകളോടുള്ള താല്പര്യമോ വൃത്തികേടുകളോ ഇങ്ങനെ തോന്നിവാസങ്ങളിൽ മുഴുകിയുള്ള ജീവിതമോ അല്ലാതെ ഗൗരവമേറിയ അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതമാണ്. അള്ളാഹു അനുവദിച്ചതിൽ ഒതുങ്ങി നിൽക്കുന്ന, അള്ളാഹു അനുവദിച്ച ആസ്വാദനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ജീവിതമാണ്. കാരണം ആ പ്രായം എന്ന് പറയുന്നത് പൊതുവെ തിന്മകളിലേക്ക് ആളുകൾ പോകാൻ സാധ്യത കൂടിയ പ്രായമാണ്, ചെറുപ്പമാണ്. ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ശഹവത്ത്, അവന്റെ ഇച്ഛകൾ, അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ ലൈംഗിക മോഹങ്ങളെല്ലാം ഏറ്റവും ശക്തമായ നിലയിൽ നിൽക്കുന്ന പ്രായമാണ് യൗവന പ്രായം. ആ പ്രായത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിച്ചാൽ സഹോദരങ്ങൾ, അത് വലിയ ഖൈറാണ്, വലിയ നന്മയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് വെറുതെ ആക്കി കളയുമെന്ന് നിങ്ങളിൽ ഒരാളും വിചാരിക്കരുത്. അള്ളാഹു അതിന് പകരമായി മുന്നിൽ നിനക്ക് കാണിച്ചു തരാനിരിക്കുന്ന, നിന്റെ മുന്നിൽ അള്ളാഹു തുറന്നു വെക്കാനിരിക്കുന്ന നന്മയുടെ ഖൈറിന്റെ കവാടങ്ങളുണ്ട്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാഹുവിനെ ഈ പ്രായത്തിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഖൈറിന്റെ നന്മകളുടെ കവാടങ്ങൾ ഈ ലോകത്തും പരലോകത്തും അതറിഞ്ഞിരുന്നുവെങ്കിൽ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആളുകൾ പല രൂപത്തിലുള്ളവരാണ്. അവരുടെ ചെറിയ പ്രായം മോശപ്പെട്ട അവസ്ഥയിലായി, പിന്നീട് പ്രായമേറിയപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തൗബ ചെയ്ത ആളുകളുണ്ട്. അതുപോലെ നേരെ തിരിച്ച് ചെറിയ പ്രായത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് പിന്നീട് മോശക്കാരായി തീർന്ന, പിന്നീട് തലതിരിഞ്ഞുപോയ ആളുകളുണ്ട്. രണ്ടു പ്രായവും മോശമായ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. നസ്അലുല്ലാഹൽ ആഫിയ. രണ്ടു പ്രായവും നന്മയിൽ കടന്നു പോകുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഇതാ ഇന്നലെ വരെ, ഈ കഴിഞ്ഞ നിമിഷം വരെ ഞാനും നിങ്ങളും എന്താണ് എങ്കിലും നമ്മുടെ ലക്ഷ്യം അത് അടുത്ത നിമിഷം മുതൽ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, ജീവിതം നന്നാക്കണം, തിരുത്തണം എന്നായിരിക്കണം. കാരണം ജീവൻ അത് ഉള്ളിലുണ്ടോ, റൂഹ് തൊണ്ടക്കുടിയിലൂടെ പുറത്തു പോയിട്ടില്ലേ, നമ്മുടെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ അവസരം കഴിഞ്ഞു പോയിട്ടില്ല. ഇനിയും സമയം ബാക്കിയുണ്ട്, ഇനിയും സമയം ബാക്കിയുണ്ട്. ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب. അല്ലാഹു തൗബ സ്വീകരിക്കാമെന്ന് ഏറ്റിരിക്കുന്നു, അവൻ ബാധ്യത ഏറ്റിരിക്കുന്നു. അവിവേകം കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് തിന്മകൾ ചെയ്തു പോയവർ ثم يتوبون من قريب, എന്നിട്ട് അടുത്തു തന്നെ തൗബ ചെയ്യുന്നവർ. മുൻഗാമികൾ അതിനെ വിശദീകരിച്ചു പറഞ്ഞത് കാണാം. അതായത് ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുൻപ്. കാരണം മരണം അടുത്താണ്, ഓരോരുത്തർക്കും അടുത്താണ്, നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അതെത്രമാത്രം അടുത്താണ്, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിന്നിരിക്കുന്നു. അതുപോലെ അടുത്താണ് മരണം. അതുകൊണ്ട് മരണം സംഭവിച്ചില്ലേ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയില്ലേ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചില്ലേ, തൗബക്ക് അവസരമുണ്ട്. തിരുത്തുക സഹോദരങ്ങളെ. അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യുവാക്കളുണ്ട് നമ്മുടെ കൂടെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെ പ്രായമുള്ളവരും അല്ലാത്തവരുമൊക്കെ പരിഗണിക്കുക, അവരെ സഹായിക്കുക, പ്രത്യേകിച്ച് അവരെ വിവാഹത്തിന് സഹായിക്കുക. മാതാപിതാക്കൾ കഴിവുള്ളവരാണോ, അവരുടെ ബാധ്യതയാണ് ചെറുപ്പക്കാരെ വിവാഹത്തിന് സഹായിക്കുക, ആൺകുട്ടികളെ സഹായിക്കുക, പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കുന്ന, അവരുടെ വിവാഹത്തിന് മുന്നിട്ടിറങ്ങുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ നമ്മുടെ യുവാക്കളുടെ സ്ഥിതി എന്താണ്? അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് പണമില്ല എങ്കിൽ അങ്ങോട്ട് പണം കൊടുത്ത് അവരെ വിവാഹത്തിന് സഹായിക്കുക മാതാപിതാക്കളുടെ ബാധ്യതയാണ്. റുപ്പയുടെ കയ്യിൽ പണമുണ്ട്, മകൻ വിവാഹപ്രായമെത്തിയിട്ടുണ്ട്, അവനെ അങ്ങോട്ട് സഹായിക്കുക. എല്ലാ ബാധ്യതയും സകല ഉത്തരവാദിത്തങ്ങളും അവന്റെ ചുമലിലിട്ട് അവന്റെ ചെലവും അല്ലാത്ത ചെലവും എല്ലാം അവന്റെ മേൽ ഭാരമാക്കി വെച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കറോപ്പശുക്കളെ പോലെ യുവാക്കളെ ആക്കി തീർക്കുന്നവർ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവരെ സഹായിക്കണം. സഹോദരങ്ങളെ,
അവർ തിന്മയിലേക്ക് പോകാൻ എത്ര വലിയ സാധ്യതയുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എത്ര അവർ കഷ്ടപ്പെടുന്നുണ്ട്. ചിന്തിക്കുക നിങ്ങൾ. അവരെ സഹായിക്കുക, അവരെ അള്ളാഹുവിന്റെ ദീൻ പാലിക്കാൻ സഹായിക്കുക. ഇനി നിങ്ങൾ സഹായിച്ചില്ല എങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. പാവങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വിട്ടേക്കുക. നിങ്ങൾ താടി വളർത്തിയതിന്റെ പേരിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ പേരിൽ യുവാക്കളെ കുത്തിപ്പറയുന്ന, പരിഹസിക്കുന്ന എത്ര എത്ര തലനരച്ചവരുണ്ട്. അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അള്ളാഹുവിന്റെ മുന്നിൽ നാളെ എന്തു മറുപടിയാണ്? ഇതേക്കുറിച്ച് നിങ്ങൾ പറയുക. അവരെ നിങ്ങൾ സഹായിച്ചുമില്ല, എന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടതുമില്ല. റബ്ബിനെ സൂക്ഷിക്കുക സഹോദരങ്ങളെ. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ള ഒരാൾ. അള്ളാഹുവിന്റെ മസ്ജിദുകളുമായി അയാൾക്ക് ഹൃദയബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ മസ്ജിദുകളിലേക്ക് എപ്പോഴും അവിടേക്ക് തിരിച്ചു ചെല്ലാൻ അയാൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ തന്റെ ജോലികൾ ചെയ്യുന്നയാളാണ്. അയാളുടെ ശരീരം മസ്ജിദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എപ്പോഴും അവിടെ കെട്ടിയിട്ടിരിക്കുന്നു എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹൃദയം അവിടെ കെട്ടിയിട്ടതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് അയാൾ തന്റെ ജോലികളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ ഓരോ വഖ്തിനും ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കപ്പെടുമ്പോൾ ആ മസ്ജിദിലേക്ക് തിരിയുന്നയാളാണ് അദ്ദേഹം. ഹൃദയം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാഹ് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. റിജാലുൻ, ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്, യഥാർത്ഥ പൗരുഷം അതാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, കച്ചവടമോ ഇടപാടുകളോ അവരെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തടയുന്നില്ല, നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് തടയുന്നില്ല, സകാത്ത് നൽകുന്നതിൽ നിന്ന് തടയുന്നില്ല. കാരണം എന്താണ്? യഖാഫൂന യൗമൻ, അവരൊരു നാളിനെ ഭയപ്പെടുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും നടുങ്ങിപ്പോകുന്ന ഒരു ദിനത്തെ അവർ ഭയപ്പെടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം എണ്ണിയത് ആരെയാണ്? വറജുലാനി, രണ്ടുപേർ, തഹബ്ബ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സ്നേഹിച്ചു, വജ്തമഅ അലൈഹി, ആ മാർഗത്തിൽ അവർ പരസ്പരം ഒത്തുചേർന്നു, വതഫറഖ അലൈഹി, ആ മാർഗത്തിലായിരിക്കെ മരണം അവരെ വേർപെടുത്തി, അഥവാ മരണം വരെ ആ സ്നേഹത്തിൽ അവർ തുടർന്നു. പ്രിയമുള്ളവരെ, ആളുകളുടെ സ്നേഹം ഇന്ന് പലതിന്റെയും പേരിലാണ്. സമ്പത്തിന്റെ, സൗന്ദര്യത്തിന്റെ, സ്ഥാനമാനങ്ങളുടെ പേരിൽ സ്നേഹിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം അതിന്ന് ദുനിയാവിൽ എത്ര കുറവാണ്. നമ്മൾ നമ്മുടെ പല സ്നേഹവും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് വാദിക്കുന്നുണ്ടാകാം. പക്ഷേ അത് മാറ്റുരക്കുന്ന പല രംഗങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യവും നിന്റെ ഈ സ്നേഹിതനോടുള്ള സ്നേഹത്തിന്റെ താല്പര്യവും രണ്ടും രണ്ടു വശത്തായി വന്നാൽ നീ ഏതാണ് തെരഞ്ഞെടുക്കുക എന്നത് വലിയ കാര്യമാണ്. അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, മറ്റുള്ള ദുനിയാവിന്റെ വിഭവങ്ങൾ നഷ്ടപ്പെട്ടാൽ നിന്റെ സ്നേഹം നിലനിൽക്കുന്നുണ്ടോ? വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരോട്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരോട്, അവരോട് അള്ളാഹുവിന്റെ സ്നേഹം അത് നിർബന്ധമാണ്. അള്ളാഹു അവന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്നേഹമായിരിക്കട്ടെ. ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ആ സ്നേഹം നമുക്കുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന ശൈലി അത് ഉദാഹരിക്കപ്പെടാവുന്ന മറ്റൊരു ഹദീസാണിത്. സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, അതാരിലെങ്കിലും ഉണ്ട് എങ്കിൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റുള്ള ആരെക്കാളും സ്നേഹിക്കുന്നയാണ്. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, രണ്ടാമത്തെ കാര്യം ഒരാളെ സ്നേഹിക്കുക അല്ലാഹുവിനു വേണ്ടി മാത്രം, മറ്റൊന്നിനും വേണ്ടിയല്ല. മൂന്നാമത്തെ കാര്യം വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, കുഫറിൽ നിന്ന് അള്ളാഹു ഒരുവനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ആ കുഫറിലേക്ക്, അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ അവൻ വെറുക്കുക. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവൻ എത്രമാത്രം വെറുക്കുന്നുണ്ടോ അതുപോലെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം അത് ഈമാനിന്റെ മാധുര്യം നമുക്ക് നൽകുന്നതാണ്.
അള്ളാഹു നാളെ പരലോകത്ത് അവന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ അർശിന്റെ തണൽ നാളെ പരലോകത്ത് ലഭിക്കുമെന്ന് പറഞ്ഞവരിൽ അടുത്തതായി എണ്ണിയത് വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരാൾ അയാളെ സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ അവൾ ആകർഷിക്കുന്ന സ്ത്രീയാണ്, അതുപോലെ അവൾ തറവാടിയാണ്, അവൾ ഇത് നാളെ പോയി ആളുകളോട് പാടി നടക്കുകയില്ല, രഹസ്യമായിരിക്കും. ഇങ്ങനെ വ്യഭിചാരത്തിന് സാധ്യതകളെല്ലാം ഉണ്ടായിരിക്കെ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു മാറി നിന്നവൻ. കാരണം ആ തിന്മ അത് വൻ പാപങ്ങളിൽ ഒന്നാണ്. അത് നിസാരമായ തിന്മയല്ല, അത് ഒരാളോടുള്ള അതിക്രമമല്ല. മറിച്ച് ആ സ്ത്രീക്ക് മാതാപിതാക്കളുണ്ട്, മക്കളുണ്ടാകാം, സഹോദരങ്ങൾ ഉണ്ടാകാം, പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കൾ ഉണ്ടാകാം. ഇവരുടെ എല്ലാം അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന അവരോടെല്ലാം ഉള്ള അതിക്രമമാണ്, അള്ളാഹുവിന്റെ ദീനിനു മേലുള്ള കടന്നുകയറ്റമാണ്. അതിന്റെ ഫലം, ദുരന്ത ഫലം ഈ ലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നു. യൂസുഫ് അലൈഹിസ്സലാമിനെ ആ കൊട്ടാരത്തിലെ അസീസിന്റെ ഭാര്യ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ മഹാനായ നബി യൂസുഫ് അലൈഹിസ്സലാം മാറി നിന്നതുപോലെ, യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പക്കാരനായിരുന്നു, അവിവാഹിതനായിരുന്നു, വിവാഹം കഴിച്ചിട്ടില്ല, സ്വന്തം നാട്ടിലല്ല വേറെ നാട്ടിലാണ്. ആ പെണ്ണ് അങ്ങോട്ട് വിളിച്ചതാണ്. അവളെല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ട്. വഗല്ലഖത്തിൽ അബ്വാബ്, ഒന്നും രണ്ടും വാതിലല്ല, വാതിലുകളെല്ലാം അടച്ചിട്ടുണ്ട്. എന്നിട്ടാണ് വിളിച്ചത്. അപ്പോഴാണ് പറയുന്നത് അതിൽ നിന്ന് മഅദല്ലാഹ്, അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം മാറി നിന്നത്. ഇങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് മാറി നിന്നു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുമെന്ന് വന്നു, ജയിലിൽ അടക്കപ്പെടുമെന്ന് വന്നു. അപ്പോൾ പറഞ്ഞു റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈഹി, റബ്ബേ, ഈ സ്ത്രീകൾ എന്നെ വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, നീ അവരുടെ കുതന്ത്രം എന്നിൽ നിന്ന് തട്ടി നീക്കിയില്ല എങ്കിൽ ഞാൻ അതിൽ വീണുപോകും, ഞാൻ വിവരമില്ലാത്ത വിവേകമില്ലാത്ത ആളുകളിൽ അകപ്പെട്ടു പോകും. നോക്കൂ, അല്ലാഹുവിലേക്ക് അഭയം തേടുകയാണ്. ഫസ്തജാബ ലഹു റബ്ബുഹു, അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാമിന് ഉത്തരം നൽകി. ഫസറഫ അൻഹു കൈദഹുൻ, അവരുടെ കുതന്ത്രം അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാമിൽ നിന്ന് തട്ടി നീക്കി. അവൻ ഉത്തരം നൽകുന്നവനാണ്, അവൻ അറിയുന്നവനാണ്. അതുകൊണ്ട് യുവാക്കളെ, ചെറുപ്പക്കാരെ, അശ്ലീലതകൾ, വൃത്തികേടുകൾ നമ്മെ മാടി വിളിക്കുന്ന, നമ്മെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അള്ളാഹുവിനോട് തേടുക. അള്ളാഹുവേ, ഇതാ ഈ കെണികളിൽ നിന്ന്, ഈ അശ്ലീലതകളിൽ നിന്ന്, എന്നെ മാടി വിളിക്കുന്ന ഹറാമുകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ റബ്ബെ. നീ രക്ഷിച്ചില്ല എങ്കിൽ ഞാൻ അതിലകപ്പെട്ടു പോകും എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ഉത്തരം നൽകും, അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹു ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ ആരാണ് അതിനെ പിന്നെ തെറ്റിച്ചു കളയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരന് വേണ്ടി, ഒരാൾക്ക് വേണ്ടി വ്യഭിചാരം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ് വതഹിർ ഖൽബഹ് വഹസ്സിൻ ഫർജഹ്, അല്ലാഹു അദ്ദേഹത്തിന്റെ പാപം നീ പുറത്തു കൊടുക്കണമേ, ഹൃദയം ശുദ്ധീകരിക്കണമേ, ലൈംഗികാവയവങ്ങൾ സംരക്ഷിക്കണമേ. അദ്ദേഹം പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുക. അവരല്ലാതെ ഈ ഹറാമുകൾ ചുറ്റും നിന്നും വിളിക്കുന്ന ഈ കാലത്ത് നമ്മെ രക്ഷിക്കാൻ ഒരാളുമില്ല സഹോദരങ്ങളെ, അള്ളാഹു അല്ലാതെ ഒരാളുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം എണ്ണി വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരാൾ ഒരു സദഖ നൽകി, ഫഅഖ്ഫാഹ, എന്നിട്ട് അത് മറച്ചു വെച്ചു. വലതു കൈ കൊടുത്തത് ഇടതു കൈ അറിയാത്തിടത്തോളം സദഖ അത് ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുക അത് മറച്ചുവെച്ച് ചെയ്താലാണ്. കൊടുത്തതിന് ശേഷം വാങ്ങിയാളെ ഉപദ്രവിക്കാതിരിക്കുക, അയാൾ അതിന്റെ പേരിൽ കുത്തി പറയാതിരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് വലിയ പ്രതിഫലം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, കുല്ലു ഇംറിഇൻ ഫീ ളില്ലി സദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസ്. നാളെ പരലോകത്ത് ഓരോരുത്തരും അവൻ നൽകിയ സദഖയുടെ തണലിലായിരിക്കും, ആളുകൾക്കിടയിൽ അല്ലാഹു വിധി കൽപ്പിക്കുന്നതുവരേക്കും. സദഖ നമുക്ക് തണലേകും നാളെ പരലോകത്ത്. അതുപോലെ നോക്കൂ, അപകടങ്ങളിൽ നിന്ന് തടുക്കാൻ സദഖ എത്ര വലിയ മാർഗമാണ്. ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു സദഖ മുഖേന നമ്മെ തടുത്തു നിർത്തും. പാപങ്ങളുടെ തീയിനെ സദഖ കെടുത്തിക്കളയും. ദാനധർമ്മം എന്ന് പറയുന്നത് അത് ഈമാനിന്റെ അടയാളമാണ്.
അള്ളാഹു അതിനെ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് നാളെ പരലോകത്ത് ഉഹദ് മലയോളം ആ വലിപ്പത്തിൽ കാണാവുന്ന രൂപത്തിൽ നൽകുന്നതാണ്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീൾ കൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ തടുത്തുകൊള്ളുക. നിന്റെ കയ്യിൽ ഒന്നുമില്ലേ, വളരെ നിസ്സാരമായത് മാത്രമേ ഉള്ളൂ, നിനക്ക് പ്രയാസമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. സദഖ തീരെ നൽകാത്തവരാകരുത്. സഹാബത്ത് റളിയല്ലാഹു അൻഹും സദഖ നൽകാൻ വേണ്ടി കൂലിപ്പണിയെടുത്തിരുന്നു എന്നാണ്. ഭാരമേറിയ ചുമടുകൾ ചുമക്കുക പോലെയുള്ള ജോലികൾ ചെയ്തു. എന്തിനു വേണ്ടി? സമ്പാദിക്കാനും എന്നിട്ടതുകൊണ്ട് സദഖ നൽകാനും. നമ്മുടെ ഉമ്മ സൈനബ് ബിൻത് ജഹ്ഷ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. സദഖയിൽ വലിയ അറിയപ്പെട്ടിരുന്ന മഹദിയാണ്. അവരെ കൊണ്ട് സാധിക്കുന്ന ചെറിയ ജോലികൾ ചെയ്ത്, സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ചെറിയ ജോലികളൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ പണം സമ്പാദിച്ച് സദഖ നൽകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ വഫാത്തിനു ശേഷം ആദ്യം വഫാത്തായി എത്തിയത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരാണ്. അതുകൊണ്ട് സദഖ മറക്കാതിരിക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, അല്ലാഹുവിനെ ഏകനായിരുന്ന് സ്മരിക്കുക. ആളെ കാണിക്കാനോ ആളുകളെ അറിയിക്കാനോ അല്ല, ഒറ്റക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുക. അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹത്താൽ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, അല്ലാഹുവിന്റെ മഹത്വം ഓർത്ത് അങ്ങനെ കരയുക. ആ കരഞ്ഞ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. അല്ലാഹുവിന് വേണ്ടി താഴ്ത്തിയ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി കാവലിരുന്ന കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഈ മൂന്ന് കാര്യങ്ങളും വന്നത് കാണാം. അല്ലാഹുവിന് വേണ്ടി താഴ്ത്തിയ കണ്ണുകൾ, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി കാവലിരുന്ന, അതിനുവേണ്ടി ഉറക്കമിളച്ച കണ്ണുകൾ. അല്ലാഹുവിന്റെ നരകം ഈ കണ്ണുകളെ സ്പർശിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനെ കുറിച്ച് ഓർക്കുക. അവനെ കുറിച്ച് ഓർത്ത് അവന്റെ ഖുർആൻ കേട്ട് നമ്മുടെ കണ്ണുകൾ നനയുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കാര്യമായ തകരാറുണ്ട്, അതിന് കാഠിന്യവും കടുപ്പവും ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് നന്നാക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതാ അറഫ ദിനം വരവായി, ഈദ് വരവായി, അതിനുശേഷമുള്ള സൽക്കർമ്മങ്ങൾ വരവായി. അറഫ ദിനത്തിന്റെ അന്ന് തൊട്ട്, അതിന്റെ ഫജ്ർ നിസ്കാരം തൊട്ട് പ്രത്യേകമായ തക്ബീറുകൾ നിസ്കാരങ്ങൾക്ക് ശേഷം വർദ്ധിപ്പിക്കുക. അതുപോലെ ഈദിന്റെ സുന്നത്തുകൾ മറക്കാതിരിക്കുക, കുളിക്കുക. അതുപോലെ നല്ല പുതിയ വസ്ത്രമുണ്ടെങ്കിൽ അത് ധരിക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക. ഈദിന്റെ നിസ്കാരത്തിലേക്ക് പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും വേറെ വേറെയാക്കുക. തക്ബീറുകൾ ഉച്ചത്തിൽ ചൊല്ലുക. അതിനുശേഷം ഉദ്ഹയ്യത്ത് അറുക്കുക. 13 വൈകുന്നേരം വരെ, ദുൽഹിജ്ജ 13 സൂര്യൻ അസ്തമിക്കുന്നതുവരെ തക്ബീറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അവനിഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم احفظ إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين. اللهم عليك بأعدائنا وأعدائك. اللهم عليك باليهود الغاصبين. اللهم مزق ملكهم وشتت شملهم وأهلكهم يا قوي يا عزيز. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على نبينا محمد.